വാർത്തയാണ്. ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ച സർക്കാർ നടപടിയിൽ സമ്മിശ്ര പ്രതികരണവുമായി ക്രൈസ്തവ സഭകൾ. തീരുമാനത്തെ പൊതുവിൽ സ്വാഗതം ചെയ്യുമ്പോഴും വൈകി എന്ന അഭിപ്രായവും സഭാ നേതൃത്വം മറച്ചുവെക്കുന്നില്ല. KCBC തീരുമാനത്തെ സ്വാഗതം ചെയ്യുമ്പോഴും സർക്കാരിന്റെ ആത്മാർത്ഥതയെ സംശയിക്കുകയാണ് സിറോ മലബാർ സഭ. റിപ്പോർട്ട് ലഭ്യമാകുന്നതിനനുസരിച്ച് തുടർ നിലപാടുകൾ വ്യക്തമാക്കുമെന്നാണ് കത്തോലിക്ക സഭാ നേതൃത്വത്തിന്റെ നിലപാട്. റിപ്പോർട്ട് അശാസ്ത്രീയത നിറഞ്ഞതാണെന്ന നിലപാടിലാണ് ലത്തീൻ സഭ. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ ലത്തീൻ സമുദായത്തെ അവഗണിച്ചെന്നാണ് ആരോപണം. പ്രതിഷേധവുമായി സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷനും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ മാസം 28-ന് ക്രൈസ്തവ സഭാ നേതൃത്വവുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. റിപ്പോർട്ട് നടപ്പാക്കുന്നതിന്റെ പ്രായോഗിക വശങ്ങൾ ചർച്ചയാകും. ജസ്റ്റിസ് കോശി കമ്മീഷന്റെ മുമ്പിലും ഞങ്ങൾ വളരെ കൃത്യമായി ഈ റെക്കോർഡുകൾ സഹിതം സമർപ്പിച്ച് പറഞ്ഞു, ഞങ്ങളാണ് ലത്തീൻ കത്തോലിക്ക. അത് വളരെ പ്രത്യേകിച്ച് പരമ്പരാഗത മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന 4 സമൂഹങ്ങളുണ്ട്. വളരെ കൃത്യമായി ഈ 4 സമുദായവുമാണ് പരമ്പരാഗത മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർ. അവരിൽ നിന്നാണ് ക്രിസ്തുമതം സ്വീകരിച്ചവർ. ഈ 1947 എന്നുള്ള ആ കട്ട് ഓഫ് ഡേറ്റ് മനഃപൂർവ്വം എടുത്ത് മാറ്റിയിരിക്കുകയാണ്. ഇത് ഇലക്ഷന്റെ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ജാതീയമായിട്ടാണ് അവർ കൃത്യമായിട്ട് കളിക്കുന്നത്. ഇത് മനഃപൂർവ്വം നാടാർ സമുദായത്തിന്റെ വോട്ടുകൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ ഇറങ്ങിയിരിക്കുന്നത്. കേരളത്തിൽ 12 ലത്തീൻ രൂപതയുണ്ട്. അതിൽ ഈ 4 ലത്തീൻ രൂപതയാണ് യഥാർത്ഥത്തിൽ ഈ സംവരണത്തിന് അർഹരായവർ. പക്ഷേ ബാക്കി 8 രൂപതകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെയാണ് അവർ മൗനം പാലിക്കുന്നത്. ആദിൽ പാലോടും അരുൺ സോളമനുമുണ്ട് വിവരങ്ങൾ നൽകാൻ. ആദ്യം ആദിലിലേക്ക് പോവുകയാണ്. ആദിൽ, 3 വർഷത്തിന് ശേഷമാണ് അംഗീകാരം ലഭിക്കുന്നത് റിപ്പോർട്ടിന്. ഇതിൽ ഒരു പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇതിനോടകം തന്നെ ക്രൈസ്തവ സഭയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ സമ്മിശ്ര പ്രതികരണമാണ് വരുന്നതല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. 3 വർഷങ്ങൾക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ റിപ്പോർട്ട് അംഗീകരിക്കാനുള്ള, വിവിധ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനുള്ള തീരുമാനം മന്ത്രിസഭാ യോഗം എടുക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ആ തീരുമാനം വന്നത്. സഭാ നേതൃത്വത്തിന്റെ പ്രതികരണം വരുന്നുണ്ട്. പലരും ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുമ്പോഴും സീറോ മലബാർ സഭയടക്കം വാർത്ത വരുന്നുണ്ട്. കേരള സ്റ്റോറി 2 സെൻസർ ബോർഡ് വീണ്ടും